നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളുമായി രാജസ്ഥാനിലെ പൊഖ്രാനിൽ സൈന്യത്തിന്റെ വൻ അഭ്യാസ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും ഇത് വീക്ഷിച്ചു. പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് മുൻപിലായിരുന്നു ഭാരത് ശക്തി എന്ന അഭ്യാസ പ്രകടനം നടന്നത്. 3 സായുധ സേനകളുടെയും യുദ്ധ തയ്യാറെടുപ്പ്, കാര്യക്ഷമത വിലയിരുത്തൽ, വമ്പൻ സൈനിക ശക്തിയെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനൊപ്പം 100% തദ്ദേശീയമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വൻ ശക്തി പ്രകടനമായിരുന്നു നടന്നത്. 1 മണിക്കൂറോളം നീണ്ട ഈ പ്രകടനം നേരിട്ട് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിന്റെ വിജയം പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയുടെ പുത്തൻ ഉദാഹരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുദ്ധ ടാങ്കുകളും യുദ്ധ വിമാനങ്ങളും മുതൽ മൊബൈൽ ആന്റി ഡ്രോൺ സംവിധാനം, വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ടാങ്ക് വേദ മിസൈലുകളും അഭ്യാസത്തിനോടനുബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൌഹാൻ, കര നാവിക വ്യോമസേനാ മേധാവിമാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും സൈനിക ഉദ്യോഗസ്ഥരും കാണാനെത്തി. രാജസ്ഥാനിലെ പൊഖ്രാനിൽ 3 സേനകളുടെ അഭ്യാസ പ്രകടനം നടന്നത് വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ സമന്വയത്തിനാണ് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചത്. രാജ്യത്തിന്റെ ആത്മനിർഭരത സംരംഭത്തെ മുൻനിർത്തി രാജ്യത്തിന്റെ കഴിവിന്റെ സാക്ഷ്യപത്രമായ ഭാരത് ശക്തി തദ്ദേശീയമായ ആയുധ സംവിധാനങ്ങളുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഒരു നിര പ്രദർശിപ്പിച്ചു. ഇപ്പോൾ പ്രദർശിപ്പിച്ച വീര്യവും വൈദഗ്ധ്യവും പുതിയ ഇന്ത്യയുടെ ആഹ്വാനമാണെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് പൊഖ്രാൻ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ആത്മനിർഭരതയുടെയും ആത്മവിശ്വാസത്തിന്റെയും മഹത്വത്തിന്റെയും ത്രിവേണി സംഗമത്തിന് സാക്ഷിയായി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ച അതേ പൊഖ്രാൻ തന്നെയാണ് ഇന്ന് സ്വദേശിവൽക്കരണത്തിന്റെ ശക്തിക്കും സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നൂതന MIRV സാങ്കേതിക വിദ്യ ഘടിപ്പിച്ച ദീർഘദൂര അഗ്നി മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു. ലോകത്തിലെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഈ നവീന സാങ്കേതിക വിദ്യയും പ്രാഗൽഭ്യവും കൈവശമുള്ളൂവെന്നും പരീക്ഷണം പ്രതിരോധ മേഖലയിൽ ആത്മനിർഭരതയുടെ തൊപ്പിൽ മറ്റൊരു പൊൻതൂവലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ഇല്ലാതെ വികസിത ഭാരത് എന്ന ആശയം സങ്കല്പിക്കാനാവില്ല. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഭക്ഷ്യ എണ്ണകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെ ആത്മനിർഭരതയ്ക്ക് ഊന്നൽ നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്ന ടാങ്കുകൾ, പീരങ്കികൾ, യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയാൽ പ്രതിരോധത്തിൽ ആത്മനിർഭരതയുടെ വിജയം കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുധങ്ങളും വെടിക്കോപ്പുകളും ആശയവിനിമയ ഉപകരണങ്ങളും സൈബറും ബഹിരാകാശവും ഈ മേഖലകളെല്ലാം ഉപയോഗിച്ച് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ഇന്ത്യ കുതിപ്പ് തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.